പരമേശ്വരായ നമോ നമഃ. അങ്ങ് എവിടെ പോയിരുന്നു സ്വാമിൻ? ഉമയുടെ അടുത്ത്. ഉമ? ഉമ ഞാനാണല്ലോ. എന്റെ സമീപം അങ്ങ് ഇപ്പൊ വന്നതേയുള്ളൂ. ആ വിധവ ബ്രാഹ്മണ സ്ത്രീയുടെ പേരും ഉമ എന്നാണ്. അവൾ 2 ബാലന്മാരെയും സ്നേഹപൂർവ്വം പാലിച്ചു വരുന്നു. ദേവി അവളെ സഹായിക്കേണ്ടതാണ്. നാരായണ നാരായണ. ദേവി പാർവതി സഹായിക്കുമെന്ന് ഉറപ്പ്. ആ 2 ബാലന്മാരുടെയും ഭാവി എന്തായിരിക്കും ഭഗവാൻ? നാരദ, നീ നിന്റെ അജ്ഞത കൊണ്ടാണോ അതോ അറിഞ്ഞു തന്നെയോ ഒരു അജ്ഞാനിയെ പോലെ പലപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നമുക്കിപ്പോൾ തോന്നിപ്പോകുന്നു നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ എന്ന്. ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? അജ്ഞാനവും ബുദ്ധിഹീനതയും മൂലം നീ ഇപ്പോൾ പറഞ്ഞുവല്ലോ ആ ബാലന്മാർ 2 പേരെയും പാർവതി സഹായിക്കുമെന്ന്. അടുത്ത ക്ഷണത്തിൽ നീ ഇതാ ചോദിക്കുന്നു ആ ബാലന്മാരുടെ ഭാവി എന്താകുമെന്ന്. ആരെ പാർവതി സഹായിക്കുന്നുവോ അവരുടെ ഭാവി എങ്ങനെ ആയിരിക്കുമെന്ന് നിനക്കറിവുള്ളതല്ലേ? നാരായണ നാരായണ. ഞാൻ എന്റെ വാക്കുകളാൽ കബളിപ്പിക്കപ്പെട്ടു പോയി. സാധാരണ മറ്റുള്ളവരെ കബളിപ്പിക്കാറുണ്ടല്ലോ. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ നാരദ, ആ 2 ബാലന്മാർക്കും എപ്പോഴും ഞങ്ങളുടെ കൃപ ലഭിച്ചുകൊണ്ടേയിരിക്കും. 2 പേരും സർവ്വ വിഷമങ്ങളും തരണം ചെയ്ത് ജീവിതത്തിൽ വാഞ്ചിത ഫലം അനുഭവിക്കും. ഇത്ര മാത്രമല്ല, അവരുടെ മാതാവ് ഉമയും മക്കളുടെ ഉത്കർഷത്താൽ സുഖവും സന്തോഷവും കൈവരിക്കും. അത് തന്നെ ധാരാളമായി ഭഗവൻ. നിങ്ങൾ 2 ധന്യരാണ്. ശുചിവൃത വായോ വായോ. जय जय मृत्युंजय महादेव, 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 जय जय मृत्युंजय आयुष्मान भव. എന്റെ മക്കളെ ആശീർവദിച്ചാലും ഋഷിവര. ഈ പുത്രൻ നിന്റെ അല്ലല്ലോ ഉമാദേവി? പക്ഷേ മാതാവായി ഞാനാണ് ഇവനെ ലാളിച്ചു വളർത്തുന്നത്. നമുക്കറിയാം, നമുക്കിതുമറിയാം. സത്യവ്രതന്റെ ഈ പുത്രനിൽ ശിവകൃപയുണ്ടെന്ന്. അതുകാരണം ഭഗവാൻ ശിവൻ ഋഷിവരന്റെ അവതാരമെടുത്ത് ഇവൻ സംരക്ഷണവും ലാളിച്ചു വളർത്തുന്ന ചുമതലയും നിന്നെ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് ദർശനം നൽകി നിങ്ങളുടെ ഭാവി സുനിശ്ചിതമാക്കി. അങ്ങ് ത്രികാലദർശിയാണ് ഋഷിവര. ഭൂതകാലം അറിയാം, വർത്തമാനം അങ്ങയുടെ മുന്നിലുണ്ട്. ദയവ് ചെയ്ത് ഇവന്റെ ഭാവി പറഞ്ഞാലും. ദേവി ഉമ, ഇവന്റെ ഭാവി പറയാനുള്ളതല്ല, നിർമ്മിക്കേണ്ടതാണ്. അതാകട്ടെ നീ തന്നെ വേണം. ഞാനോ? ഭാവി നിർമ്മിക്കാനുള്ള സാമർത്ഥ്യം എനിക്ക് എവിടെയാണ് ഋഷിവര? നാം പറഞ്ഞുവല്ലോ, ഏതൊരു സന്യാസിയാണോ ഇവനെ വളർത്തുന്ന ചുമതല നിന്നെ ഏൽപ്പിച്ചത്, അത് മറ്റാരുമല്ല, ഭഗവാൻ ശിവൻ തന്നെയായിരുന്നു. ഋഷിവരന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം നിങ്ങൾക്ക് ദർശനം മാത്രമല്ല നൽകിയത്, ശക്തിയും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശിവകൃപയും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തു ചെയ്യണം ഋഷിവര? ശിവന്റെ കൃപ ലഭിച്ച ഈ ബാലന്റെ ഭാവി ഉജ്ജ്വലമാക്കണം. പക്ഷേ അതെങ്ങനെ? കേൾക്കൂ ഉമാദേവി, ഇവന്റെ പിതാവ് സത്യരഥന് ശിവകോപം കാരണം അപകടം ഭവിച്ചു. ഇവൻ അനാഥനായി. പക്ഷേ ഇവന് ശിവന്റെ കൃപ ലഭിച്ചു. അതിനാൽ അനാഥനാണെങ്കിലും ഇവന്റെ പരിപോഷണം ശരിക്കും നടക്കുന്നു. പക്ഷേ ഇവന് തന്റെ രാജ്യവും അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ നേടാനുള്ള ഉപായം പറഞ്ഞാലും ഋഷിവര. ശിവപ്രദോഷ വ്രതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ആ വ്രതം വിധിപൂർവ്വം അനുഷ്ഠിക്കണം. ഈ ബാലൻ തന്റെ പിതാവിന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. जय जय मृत्युंजय महादेव. മഹാരാജ, അങ്ങ് അവിടുത്തെ ശത്രുവിന്റെ പുത്രനെ തേടി മടുത്തതല്ലേ? പക്ഷെ അങ്ങയുടെ കൃപയാൽ ഞാൻ അവനെ കണ്ടുപിടിച്ചു. എവിടെയാണവൻ? ഉമ എന്നു പേരുള്ള ബ്രാഹ്മണ സ്ത്രീ അവളുടെ പുത്രനോടൊപ്പം അവനെയും വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. അവളുടെ പുത്രനാണ് ശുചിവ്രതൻ. അങ്ങയുടെ ശത്രുപുത്രൻ ധർമ്മഗുപ്തൻ.
രണ്ടുപേരും മഹർഷി ശാണ്ഡില്യന്റെ ആജ്ഞ അനുസരിച്ച് ശിവപ്രദോഷ വ്രതം എന്ന പൂജ ശിവാലയത്തിൽ ആരംഭിക്കാൻ പോകുകയാണ്. മതി. ധർമ്മഗുപ്തന്റെ അന്തിമ വരവായിരിക്കും ഇന്ന് ശിവാലയത്തിൽ. അവന്റെ പിതാവിനെ പോലെ അവനും നമ്മുടെ കരങ്ങളാൽ യമലോകത്തിൽ എത്തിക്കപ്പെടും. ശിവാലയത്തിൽ ശത്രുവിന്റെ പുത്രനോടൊത്ത് അവന്റെ കാലനും വന്നു ചേരും. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഓം നീലകണ്ഠായ സ്വാഹ ഓം മൃത്യുഞ്ജയായ സ്വാഹ ഓം മഹാബീജായ സ്വാഹ ഓം രുദ്രായ സ്വാഹ. स्वाहा ओम सर्वेश्वराय स्वाहा ओम सदाशिवाय स्वाहा ओम सर्वेश्वराय स्वाहा ओम महादेवाय स्वाहा. ഇവരിൽ എന്റെ ശത്രുപുത്രൻ ആരാണ്? അവനെ എങ്ങനെ ഇതെന്തൊരു ദുർഘടമാണ്. ഇനി ഒരു പോംവഴിയേ ഉള്ളൂ. ഇവരെ രണ്ടുപേരെയും വധിക്കുക. ഭഗവാൻ ശിവനെ പൂജിച്ചത് മൂലം നിങ്ങൾക്ക് ഗുണമുണ്ടായി മക്കളെ. ആ ശത്രുക്കൾ രണ്ട് കൈയിലും വാളുമായി വന്നവർ നിങ്ങളെ നശിപ്പിക്കാൻ വന്നവരാണ്. ശിവകൃപ കാരണമാണ് ഇന്ന് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത്. ഭഗവാൻ ശിവനെ ശരണം പ്രാപിച്ചാൽ അദ്ദേഹം സദാ ഭക്തന്മാരെ രക്ഷിക്കുന്നു. ആ അമ്മേ, ഞങ്ങൾ രണ്ടുപേരും ആജീവനാന്തം ശിവനെ പൂജിക്കാം. നിങ്ങൾക്ക് നല്ലത് വരും. ഓം നമഃ ശിവായ. ഓം വിശ്വരൂപായ സ്വാഹ ഓം ഉമാപതയേ സ്വാഹ ഓം ത്രിജടായ സ്വാഹ ഓം മഹാതേജസേ സ്വാഹ ഓം സർവാത്മനേ സ്വാഹ ഓം വിഷ്ണുരൂപായ സ്വാഹ ഓം സ്വയംഭൂതായ സ്വാഹ ഓം കാലാഗ്നിരുദ്രായ സ്വാഹ ഓം ത്രംബകേശ്വരായ സ്വാഹ ഓം കാശി വിശ്വേശ്വരായ സ്വാഹ. ഓം ഗിരി സമ്പൂർണ. മക്കളെ, ഇന്ന് നിങ്ങൾ രണ്ടുപേരും വളരെ താമസിച്ചു. എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. പ്രണാമമേ. ഭഗവാൻ ശിവൻ മംഗളം വരുത്തട്ടെ. പ്രണാമമേ. മോനെ ധർമ്മഗുപ്ത, മഹർഷി ശാണ്ഡില്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഉവ്വമ്മേ. എന്റെ പിതാവ് രാജാ സത്യരഥൻ ശിവപ്രദോഷ പൂജ പാതിയിൽ നിർത്തി തന്റെ കുടുംബത്തിന് ശിവകോപം ക്ഷണിച്ചു വരുത്തി. മാതാപിതാക്കളുടെ ആത്മശാന്തി, പിതാവിന്റെ പാപത്തിന് പ്രായശ്ചിത്തം, ഒപ്പം സ്വന്തം രാജ്യാധികാരം വീണ്ടെടുക്കുവാനുമായി ഞാൻ വിധിയാവണ്ണം ശിവപ്രദോഷ പൂജ ചെയ്യുന്നതാണ്. പ്രദോഷവ്രതത്തിന്റെ രീതി നിങ്ങൾ രണ്ടുപേർക്കും അറിയുന്നതല്ലേ? ഊവമ്മേ, ഞങ്ങളിതാ സത്യം ചെയ്യുന്നു. ശിവകോപത്തിൽ നിന്ന് മുക്തി നേടുവാനായി ആജീവനാന്തം പ്രദോഷവ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കും. ഞങ്ങൾ ആജീവനാന്തം ശിവധർമ്മവും നിയമങ്ങളും പാലിക്കുമമ്മേ.